വന്ധ്യതാ ചികിത്സയ്ക്ക് വരുന്ന ആൾക്കാരിൽ കുറച്ച് പേർക്കെങ്കിലും IVF ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നേക്കും. അപ്പോൾ IVF ട്രീറ്റ്മെൻറ്റ് വേണം എന്ന് പറയുമ്പോൾ നിങ്ങൾ വീണ്ടും വേറൊരു ഡോക്ടറെ കണ്ട് IVF വേണോ വേണ്ടേ എന്ന് ഒന്നും കൂടെ ചോദിച്ചേക്കാം. പക്ഷേ അങ്ങനെ ഒരു കറക്റ്റ് ഡയഗ്നോസിസ് IVF തന്നെ വേണം എന്ന് വിചാരിക്കുന്നവർ സമയം കളയാതിരിക്കുന്നതാണ് നല്ലത്. ഇതിന് ഒരു വലിയൊരു പ്രൊസീജിയറാണെന്ന് വിചാരിക്കേണ്ട. ഇതൊരു 10 to 12 days ഓഫ് ഇഞ്ചക്ഷൻ ഡ്യൂറേഷനുള്ളൊരു പ്രൊസീജിയറാണ്. അപ്പം ജസ്റ്റ് പ്രൊസീജിയറിനെ പറ്റി ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ പീരിയഡ്സിൻ്റെ ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് രണ്ടുപേരുടെയും, അതായത് ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ബേസിക് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസും അൾട്രാസൗണ്ട് റിപ്പോർട്ടും എല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് പീരിയഡ്സ് ആവുന്ന ഫസ്റ്റ് ഡേ തൊട്ടാണ് നമ്മൾ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. മിക്കവർക്കും ഒരു 8 to 10 days ഓഫ് ഇഞ്ചക്ഷൻ വേണ്ടി വരും. ഇതിനിടയ്ക്ക് ഒരു 4ാമത്തെ 5ാമത്തെ ദിവസം ഒരു സ്കാനിന് വരേണ്ടി വരാം. ചിലപ്പോൾ ഒരു 8th or 9th ഡേ വീണ്ടും സ്കാനിന് വരാം. അപ്പോൾ ഈ ഇടയ്ക്കുള്ള സ്കാനിങ് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് ഫോളിക്കുലർ ഗ്രോത്ത്, എഗ്ഗിൻ്റെ വലിപ്പം മതിയോ, ഡോസിന് വ്യത്യാസം വരുത്തണോ, ഇതെല്ലാം തീരുമാനിക്കാനാണ് ഇടയ്ക്കുള്ള അൾട്രാസൗണ്ട് ആവശ്യകത. ഇത് കഴിഞ്ഞ് നമുക്ക് ഒരു 2 or 3 ഫോളിക്കിൾസ് അല്ലെങ്കിൽ ഒരു AMH ലെവലും പേഷ്യൻ്റെ ഏജും ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഡോസ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നോക്കി നമ്മൾ എഗ്ഗ് മെച്യൂരിറ്റി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എഗ്ഗ് മെച്യൂറാണുള്ള ഇഞ്ചക്ഷൻ കൊടുക്കും, അതായത് ട്രിഗർ ഇഞ്ചക്ഷൻ. ഒരു ട്രിഗർ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 34 to 36 hours കഴിയുമ്പോൾ നമ്മൾ ഓവം പുറത്തെടുക്കേണ്ടി വരും. ഇത് ചെറുതായിട്ട് അനസ്തേഷ്യ തന്നെടുക്കുന്നൊരു പ്രൊസീജിയറാണ്. ഓവം ഫോളിക്കുലർ ഫ്ലൂയിഡിനെ നമ്മൾ ആസ്പിറേറ്റ് ചെയ്ത് അതിൽ നിന്ന് എഗ്ഗ് സെപ്പറേറ്റ് ചെയ്ത് ഇത് നമ്മൾ IVF ലാബ് വഴി എംബ്രിയോളജിസ്റ്റ് ഇതിനെ ICSI എന്ന് പറഞ്ഞ പ്രൊസീജിയർ ചെയ്തു വയ്ക്കും. ഇതാണ് IVFൻ്റെ പ്രൊസീജിയർ.